ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്തിട്ടുള്ള വർക്ക് മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല കമ്പനി വരുന്ന ഒറിജിനൽ ആംറസ്റ്റ്. ആ ആംറസ്റ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണക്റ്റിംഗ് ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കിമ് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രോം, അങ്ങനെ കുറേ വർക്കുകൾ നമ്മളിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഫ്രോൺസിന്റെ വളരെയധികം വണ്ടികൾ നമ്മൾ ചെയ്തതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി വന്നിട്ടുള്ള നമുക്ക് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അവർ കാലത്ത് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഉച്ചയായപ്പോഴേക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പൊ ശരിക്കും നമുക്ക് ടൈം വരുന്നത് 12:30 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് വണ്ടി വർക്ക് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ടൈം വൈകിട്ട് 5 മണി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പരമാവധി നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് നേരത്തെ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു കൊടുക്കും. പക്ഷെ വേറെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വണ്ടി ലേറ്റ് ആവും വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ വിനയൽ മാറ്റ് ചെയ്തിട്ടില്ല, കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. വെച്ചാൽ കമ്പനിയിൽ എവിടെ അവർ ചെയ്തിട്ടുണ്ട്. ഈ വിനയൽ മാറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സീറ്റിന്റെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നത്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം, നമ്മൾ കമ്പനി സ്പീക്കറിൽ ട്യൂട്ടർ ഉണ്ടാവില്ല. അപ്പൊ ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ട്യൂട്ടർ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂട്ടർ നമ്മൾ വെച്ചിട്ടുള്ളത് ഫ്രണ്ട് ഡോറിന്റെ സൈഡിൽ, ആ കോർണറിലാണ്. അവിടെ ചെറിയൊരു ഫ്ലാപ്പ് ഉണ്ട്. ആ ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കറക്റ്റ് ആയിട്ട് കടത്തിടുന്ന രീതിയിലുള്ള ഒരു ട്യൂട്ടറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ശരിക്കും വണ്ടിയുടെ ഇന്റീരിയറിൽ ഡോറിൽ വരുന്ന ഒരു കോഫി ബ്രൗൺ കളർ ഉണ്ട്, അതിന് മാച്ച് ആയിട്ടുള്ള അതേ രീതിയിലുള്ള സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ സീറ്റിന്റെ വർക്കും അതേപോലെ തന്നെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ ബാക്കിലെ ഡിക്കി ക്രോം, അതേപോലെ തന്നെ ആംറസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതേപോലെ സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കോഫി ബ്രൗണിൽ തന്നെയാണ്, അത് നമുക്കൊന്ന് കാണാം. അപ്പൊ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും അവിടെ തുടങ്ങിയത് നമുക്കൊന്ന് കാണാം. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹോൺ ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോൺ നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബമ്പർ അഴിക്കാതെ ഹോൺ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി വരുന്ന 2 ഹോണും മാറ്റിയിട്ട് അവിടെ 2 ഹോൺ നമ്മൾ ആഡ് ചെയ്യണം. എല്ലാവരുടെ ബ്ലാക്ക് ബേൾ എന്ന് പറഞ്ഞ കമ്പനി ഹോണാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒറിജിനൽ ആംറസ്റ്റ്. ഇത് കമ്പനി ഒറിജിനൽ വരുന്ന മാരുതിയുടെ ജെന്യൂൻ പാർട്ട് തന്നെയാണ്. ഇത് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഇതേ ട്യൂട്ടറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2 ട്യൂട്ടർ ഇത് 2 സൈഡിലേക്ക് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് TST20 എന്ന് പറഞ്ഞൊരു മോഡൽ ട്യൂട്ടറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആംറസ്റ്റ് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ട്യൂട്ടറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡിലേക്ക് നമ്മൾ ട്യൂട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോൺ ഫിറ്റ് ചെയ്യുന്ന കാര്യം. ഹോൺ നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബോക്സ് ആണ്, കാലി ബോക്സ് ആണ് അത്. അതേപോലെ തന്നെ നമുക്ക് ആംറസ്റ്റിന്റെ ഫിറ്റിംഗ്സ് ഒന്ന് കാണാം. ആംറസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഇതാണ് അതിന്റെ ആംറസ്റ്റ് വരുന്നത്. ഈ സൈഡിലുള്ളതാണ്. അത് 3 പീസ്, ഈ ഫ്രോൺസിന്റെ ആംറസ്റ്റിന്റെ കൂടെ 3 പീസ് ഉണ്ടാവും. ആ 3 പീസും കൂടിയിട്ട് വേണം നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. 3 പീസാണ് വരെ. ഒന്ന് ആംറസ്റ്റിന്റെ മെയിൻ കൺസോൾ ബോക്സ്, പിന്നെ അതിന്റെ മുകളിൽ വരുന്നത്, അതേപോലെ തന്നെ ബാക്കിൽ വരുന്നത്. ഇതാണ് ട്യൂട്ടർ. ഈ ട്യൂട്ടറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്താണ്. റൈറ്റ് സൈഡിലെ ട്യൂട്ടർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ട്യൂട്ടറാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫിറ്റിംഗ്സ് വരെ. നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. കട്ട് ചെയ്തിട്ട് അതിലേക്ക് കടത്തിയിടാണ്. അപ്പൊ നമുക്ക് ആംറസ്റ്റിന്റെ ഫിറ്റിംഗ് കഴിഞ്ഞൊന്ന് കാണാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിപ്പോ നമ്മൾ സ്പീക്കർ അഴിച്ചത് ട്യൂട്ടറിന്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പീക്കർ നമ്മൾ അഴിച്ചത്. ഇപ്പൊ അത് ആംറസ്റ്റ്, അതിൽ കമ്പനി ഉണ്ടായിരുന്ന ആംറസ്റ്റ് എന്ന് വെച്ചാൽ ആംറസ്റ്റിൽ അവിടെ ഉണ്ടായിരുന്ന കൺസോൾ ബോക്സ് നമ്മൾ ഊരി നമ്മളിതേ പുതിയ ആംറസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യണം. ഇത് മാരുതിയുടെ ഒറിജിനൽ വരുന്ന ഐറ്റം തന്നെയാണ്. കറക്റ്റ് ഫിറ്റിംഗ്സ് ആയിരിക്കും, ഫിഗ്മെന്റ് കറക്റ്റ് ആയിരിക്കും, യാതൊരു വക പ്രശ്നങ്ങളും നമുക്ക് വരില്ല. അതേപോലെ ഹോൺ നേരത്തെ ഫിറ്റ് ചെയ്തില്ല, അതിന് നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടാ. വയർ കട്ടിങ് വരുന്നില്ല. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക, ഈ ട്യൂട്ടർ കണക്ട് ചെയ്യാലും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല. കപ്ലർ ഇട്ടിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. യാതൊരു കാരണവശാലും വാറണ്ടി നഷ്ടപ്പെടും, അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ആംറസ്റ്റിന്റെ ഫിറ്റിംഗ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ സീറ്റിന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് കേട്ടാ. സീറ്റിന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മളിൽ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. വിൻഡോ ഗാർണിഷ് ലോവർ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും അറിയില്ല. അതേപോലെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നമ്മളിലേക്ക് ചെയ്യുന്നുണ്ട്. കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പഴയ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നൊരു കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കണമല്ലോ.
ഇത് ആംറസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന കൺസോൾ ബോക്സ് ആണ് നമ്മളോട് ഊരി വെച്ചിരിക്കുന്നത്. ഇതാണ് കണക്റ്റിംഗ് ടൈൽ ലാമ്പ്. ഇത് നമ്മൾ ഓൾറെഡി മാറ്റിപ്പോൾ. അതേപോലെ തന്നെ ഹോണും നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സീറ്റിന്റെ വർക്കാണ് നമുക്ക് ഇനി ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ആംറസ്റ്റിന്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ശരിക്കും ഒറിജിനൽ വരുന്ന കമ്പനി വരുന്ന ഒറിജിനൽ പാർട്ടാണെന്ന്, സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ആംറസ്റ്റിന്റെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞു. ഇത് സീറ്റിന്റെ ഫിറ്റിങ്സ്, സീറ്റ് പകുതി ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഒരു സീറ്റിന്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ സീറ്റ് അത് 60-40 ഉള്ളവരാണ്, 2 പീസായിട്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് ഒന്ന് കാണാതെ ഉണ്ടാ. നമ്മൾ ചെയ്തിട്ടുള്ളത് കോഫി ബ്രൗൺ കളറാണ്. നമുക്ക് ഡോർ പാഡിൽ വരുന്ന കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു സീറ്റിന്റെ സീറ്റ് കളറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മാറ്റിയിട്ടുള്ള ഐറ്റംസ് ഒന്ന് കാണാം. ഇതാണ് കണക്റ്റിംഗ് ടൈൽ ലാമ്പ്, നമ്മൾ മാറ്റിയിട്ടുള്ളതാണ് ഇതിൽ. അതേപോലെ തന്നെ നമ്മളൊരു ആംറസ്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പഴയ കൺസോളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പുതിയ ആംറസ്റ്റ് അതിൻ്റെ കൂടെ വരുന്ന കൺസോൾ നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഹോൺ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ ഹോണാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പഴയ ഹോൺ, കമ്പനി വരുന്ന പഴയ ഹോൺ നമ്മൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. 2 ഹോൺ ഇതിൽ വരുന്നുണ്ട്. 2 ഹോൺ നമ്മൾ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആംറസ്റ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംറസ്റ്റ് എന്ന് വെച്ചാൽ കമ്പനി ഒറിജിനൽ വരുന്ന ആംറസ്റ്റ് തന്നെയാണ്. സ്ലൈഡിങ് ടൈപ്പ് തന്നെയാണ്. നമുക്കത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും സ്ലൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയൊരു കൺസോൾ ബോക്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം ഇടണമെങ്കിൽ അത് അതിൽ വെക്കുകയും ചെയ്യാം. ഇത് കമ്പനി വരുന്ന ഒറിജിനലാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഇതിലേക്ക് റീറേസ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ അത് നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല. അതിന് നമുക്ക് എക്സ്ട്രാ 10,000 രൂപ നമുക്ക് വേറെ വരും. ഈ ആംറസ്റ്റിന് നമുക്ക് വരുന്നത് 5,000 രൂപയാണ്. അതിന്റെ കൂടെ തന്നെ 10,000 കൂട്ടി കഴിഞ്ഞാൽ 15,000 രൂപയാണ് നമുക്ക് റീറേസിക്ക് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6,000 രൂപ വരെയാണ് നമ്മുടെ ഈ സീറ്റ് കവർ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഫി ബ്രൗൺ, നമുക്ക് ഡോർ പാഡിൽ വരുന്ന അതേ കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളില് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉള്ളിലത്തെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ അതേപോലെ നമ്മൾ ട്യൂട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഉള്ളില്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പൊ ട്യൂട്ടർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാണ്. ട്യൂട്ടർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്യൂട്ടർ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വരുന്ന സ്പീക്കറിൽ ട്യൂട്ടർ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് ആണ് നമ്മൾ ട്യൂട്ടർ ഫിറ്റ് ചെയ്യുന്നത്. ട്യൂട്ടർ കറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് എടുത്തിടും. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണമെങ്കിൽ വിട്ടുപോരാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇത് ആ ഒരു വക പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഈ സൈഡിലും അതേപോലെ തന്നെ ട്യൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്കിൽ നമുക്ക് പുറത്തുള്ള വർക്കുകളും കൂടി ഒന്ന് കാണാം. അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും ഈ കോഫി ബ്രൗണിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. സീറ്റ് നമ്മൾ കറക്റ്റ് ഡോർ പാഡ് അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്ന കളറായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു സീറ്റ് കളർ വെച്ചിട്ടാണ് നമ്മൾ സീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂൾ മോഡലും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ടൈറ്റ് ഫിറ്റിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും സീറ്റ് നല്ല ഷോ ആയിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗിന്റെ കളറ്, സ്റ്റിയറിംഗ് കവർ ഇട്ടേക്കണത് ചെറിയൊരു ഡിഫറെന്റ് കളറാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിന്റെ മെറ്റീരിയൽ അല്ല നമ്മൾ സ്റ്റിയറിംഗ് കവറിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ലെതറിന്റെ മെറ്റീരിയലാണ്. അതാണ് ചെറിയൊരു കളർ ചേഞ്ച് സ്റ്റിയറിംഗ് കവറിന് വരുന്നുണ്ട്. സീറ്റ് കറക്റ്റ് ഇന്റീരിയറിൽ കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അടിപൊളിയുള്ള ഒരു ആംറസ്റ്റ്, അതേപോലെ തന്നെ സീറ്റ് കവർ. ഇനി ബാക്ക് ഭാഗം നമ്മൾ കണ്ടിട്ടില്ല, ബാക്കും കാണാം. ഇനി നമ്മൾ പുറത്തുള്ള വർക്കുകൾ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല. പുറത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്, മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ വിൻഡോ ഗാർണിഷ് ലോവറും അതേപോലെ തന്നെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ്. അപ്പോൾ ബാക്കിലെ സീറ്റ് കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള വർക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണാം. ബാക്കിലും സീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമുക്ക് സീറ്റിന്റെ ഡോർ പാഡുമേക്ക് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആംറസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സീറ്റ് നല്ല അടിപൊളി സീറ്റ് കവർ തന്നെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് കണക്റ്റിംഗ് ടൈൽ ലാമ്പും അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറും, ഈ 2 വർക്കും കൂടി നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് വിൻഡോ ഗാർണിഷ് ലോവർ വരുന്നത്. വിൻഡോ ഗാർണിഷ് ലോവർ നമുക്ക് 3 പീസാണ് വരുന്നത് കേട്ടോ. ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെ 3 പീസ് ഒരു സൈഡിലേക്ക്. അങ്ങനെ ടോട്ടല് 6 പീസ് നമുക്ക് വരുന്നുണ്ട്. ഇത് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്.
പിന്നെ അതുമ തന്നെ ഡിക്കിയുടെ അടിയിൽ വരുന്ന ഒരു ക്രോം നമ്മളിലേക്ക് ആഡ് ചെയ്തു, ഡിക്കി ബോട്ടം ഗാർണിഷ്. ഈ നമ്മളിപ്പോ വിൻഡോ ഗാർണിഷ് ലോവർ ഒട്ടിക്കുമ്പോൾ പലരും അത് വിടണു എന്നുള്ളൊരു കംപ്ലൈന്റും ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി ആയിരിക്കും അതുമ്പോൾ പോളിഷ് ഇടില്ല. പോളിഷ് ഇടുമ്പോൾ ശരിക്കും ഈ നമ്മളെ വിൻഡോ ഗാർണിഷിൽ ഓവർ ഒട്ടിക്കുന്ന ഭാഗം ശരിക്കും വരുന്നത് ഒരു റബ്ബറിന്റെ മെറ്റീരിയലുമ്പോഴാണ് നമ്മൾ ഒട്ടിക്കണത്. അവിടെ ഒരു ചെറിയൊരു ബീഡിങ് ആണ് വരുന്നത്, റബ്ബർ ബീഡിങ്, അതുമ്പോഴാണ് ഒട്ടിക്കുന്നത്. അപ്പൊ ഇവര് ഈ പോളിഷ് ചെയ്യുമ്പോൾ കടക്കാര് അല്ലെങ്കിൽ ഷോറൂമിൽ ഒരു പോളിഷ് ചെയ്യുമ്പോൾ ഈ പോളിഷ് എടുത്ത് തേക്കുമ്പോൾ നല്ല കട്ടിയിൽ പോളിഷ് പിടിക്കും. ഈ പോളിഷ് കട്ടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ പ്രൈമർ ഇട്ടിട്ടുണ്ടെങ്കിലും ആ പോളിഷ് കറക്റ്റായിട്ട് ആ പോളിഷ് പോവില്ല. ആ പോളിഷ് കറക്റ്റായിട്ട് പോവാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഒട്ടില്ല. ബാക്കിയിൽ മെറ്റൽ ഒട്ടിക്കുമ്പോൾ അങ്ങനെ വിട്ടുപോരില്ല. പക്ഷെ റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഉള്ള ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രൈമർ വലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുള്ള കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നല്ലൊരു സീറ്റ് കവർ, അതേപോലെ തന്നെ ആംറസ്റ്റ്, അതേപോലെ തന്നെ ബാക്കിലേക്ക് കണക്റ്റിംഗ് ടൈൽ ലാമ്പ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ വർക്ക് നോക്കാൻ വന്ന 2 പേരാണ്, ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള 2 പേരാണ്. അതിന്റെ വർക്ക് അവർ ഫ്രോൺസറിന് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.